ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു കോൾ ബാറിൽ സൂര്യ ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരുപാട് കഴിഞ്ഞു. മുഖത്താകെ ഒരു ഗൗരവമാണ്. ഇടയ്ക്കിടെ പിന്നെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കും. അവൻ അങ്ങനെ അക്ഷമയോടെ ഇരിക്കുമ്പോഴാണ് പുറത്തൊരു സ്കൂട്ടി വന്ന് നിന്നത്. സ്കൂട്ടി പാർക്ക് ചെയ്ത് അവൾ തലയിലിരുന്ന ഹെൽമെറ്റ് ഊരി അതിലേക്ക് തന്നെ തൂക്കിയിട്ടു. പിന്നെ മിററിൽ നോക്കി തന്റെ മുടിയൊക്കെ ഒന്നുകൂടി ചീകി ഒതുക്കി ഫോണും ബാഗും കയ്യിലെടുത്ത് അകത്തേക്ക് നടന്നു. അവൾ അകത്തേക്ക് കയറിയപ്പോ തന്നെ കണ്ടു മുഖം വീർപ്പിച്ചിരിക്കുന്നവനെ. എന്റെ മഹാദേവ, ഈ മോനെ ഞാൻ എങ്ങനെ മെരിക്കും? അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ മുഖത്തൊരു ചിരിയും വെച്ച് പിടിപ്പിച്ച് അവന്റെ അരികിലേക്ക് നടന്നു. സൂര്യ. അവനൊന്നും പറഞ്ഞില്ല. അവളെ മൈൻഡ് പോലും ചെയ്യാതെ ഫോണിൽ തോണ്ടി ഇരിക്കാൻ തുടങ്ങി. സമയം കുറച്ച് അങ്ങോട്ട് പോയി. അവന്റെ ഭാഗത്തു നിന്ന് മൈൻഡൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ തന്നെ സംസാരിച്ചു തുടങ്ങി. അത്യാവശ്യമാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും നേരമായിട്ട് നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് സൂര്യയെ? ഹോ, അത്രയ്ക്ക് ബുദ്ധിമുട്ടി മാഡം വരണമെന്നില്ലായിരുന്നു. ഇവനെ കൊണ്ട് അവൾ മനസ്സിലൊന്ന് പെറുപെറുത്തുകൊണ്ട് അവനോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. സൂര്യ, അങ്ങനല്ലടാ, നീ എന്തോ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുമില്ല എന്റെ പ്രിയെ, ആകെ മനസ്സിന് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, നമ്മൾ നേരിട്ടൊന്ന് കണ്ടിട്ട് ഇപ്പോൾ എത്ര ദിവസമായെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? എന്റെ IPS ഇങ്ങനെ പിണങ്ങാതെ. പെട്ടെന്ന് കുറച്ച് തിരക്കായി പോയതുകൊണ്ടല്ലേ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം വരാതിരിക്കുന്നതാണോ? പിന്നെ നിന്റെ പറച്ചില് കേട്ടാ തോന്നും ഞാനിവിടെ വെറുതെ ഇരിക്കുവാണെന്ന്. നിന്നേക്കാൾ തിരക്കുള്ള ജോലിയാണ് എനിക്കുള്ളത് പൊന്നുമോളെ. അതുകൊണ്ട് ഈ തിരക്കിന്റെ ഡയലോഗൊന്നും ഇങ്ങോട്ടടിക്കണ്ട, എനിക്ക് നന്നായി അറിയാം. എന്റെ സൂര്യ, നിന്റെ മുഖം ഇങ്ങനെ കുത്തിവീർപ്പിച്ച് വെക്കാതെ. ഈ കടുവലുക്ക് കാണാൻ ഒരു ചേലുമില്ല. ഒന്ന് ചിരിക്കടോ. അങ്ങനെയാണെങ്കിൽ പൊന്നുമോള് ചേലുള്ള ആരെങ്കിലും പോയി കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. ഞാൻ ഇങ്ങനെയാണ്. സൂര്യവംശിക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. ദയ നോക്ക്, എന്റെ IPS ഇത് നിന്റെ ഓഫീസൊന്നുമല്ല ഇങ്ങനെ ഏറി പിടിച്ചിരിക്കാൻ വേണ്ടി. ഒന്ന് കൂളാകടോ. ദേഷ്യപ്പെടുമ്പോ നിന്റെ ഈ ഗൗരവം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ട് മാത്രമാ ഞാൻ നോക്കി നിന്നു. എന്നെ സോപ്പിട്ട് വീഴ്ത്താൻ നോക്കണ്ട. നിന്റെ ഈ കൊഞ്ചലി വീഴാൻ ഈ സൂര്യ കിട്ടില്ല മോളെ. പിണക്ക് മാറുമെങ്കിൽ ഞാൻ തോറ്റു തരാം. പോരെ, ഇനി ഇങ്ങനെ ദിവസങ്ങളോളം എന്നെ കാണാതിരിക്കരുത്. എനിക്ക് സങ്കടം വരും. രണ്ടുപേരും അങ്ങനെ പരസ്പരം ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴേക്കും വെയിറ്റർ അവർക്ക് മുമ്പിലേക്ക് തണുത്ത ജ്യൂസുമായി വന്നിരുന്നു. സൂര്യയുടെ മുഖത്തെ ഗൗരവം പതുക്കെ മാറി. പ്രിയക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. സൂര്യ വീട്ടിൽ പറഞ്ഞു തുടങ്ങി എന്താ നമ്മുടെ തീരുമാനമെന്ന്. ഞാൻ ഇപ്പോഴാണെങ്കിലും റെഡിയാണ് പെണ്ണെ. നിനക്കല്ലേ സമയം വേണമെന്ന് പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഇവിടെ പുരനിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി പെണ്ണെ. എനിക്കും ആഞ്ജനസ്വാമിക്ക് മാത്രം അറിയാം എന്റെ കഷ്ടപ്പാട്. ഓഹോ, ഒത്തിരി കോഹോ ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ നിന്ന് മൂത്തു നിറച്ച് പോകും പെണ്ണെ. ശരി, ഇനി കൂടുതൽ പൊന്നുമോനിരുന്ന് കഥ പറയണ്ട. ഞാൻ വീട്ടിൽ ഇന്ന് തന്നെ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ തീരുമാനിച്ചോളാൻ. എന്റെ IPS ഇങ്ങനെ കന്യകനായി നിന്ന് വിഷമിക്കേണ്ട. അങ്ങനെ വഴി കാന്താരിപ്പാറു. എനിക്ക് എന്തൊക്കെ പ്ലാനുകൾ ഉണ്ടെന്നോ നമ്മുടെ കല്യാണത്തെ കുറിച്ച്. ഡേറ്റ് ഒക്കെ വീട്ടുകാർ എടുത്തതിന് ശേഷം വേണം ഹണിമൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. എടാ പാവി, നീ അതൊക്കെ വരെ ചിന്തിച്ചു പോയോ? പിന്നെ ചിന്തിക്കാതെ. എനിക്കിപ്പോ വയസ്സ് 30. അതിന് എടി പൊട്ടി, ഇപ്പൊ കേരളത്തിലെ ഒരു കണക്കനുസരിച്ച് 70 പ്രായമാകുമ്പോഴേക്കും വിസ കിട്ടിയിട്ടുണ്ടാകും. ദേ സൂര്യ, ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്റെ വായിന്ന് നല്ലതൊന്നും വരത്തില്ല കേട്ടോ. ഒന്നടങ്ങന്റെ കാന്താരി, ഞാൻ മൊത്തം ഒന്ന് പറയട്ടെ. എടി, എനിക്കിപ്പോ 30 വയസ്സ്. ഒരു 32-നുള്ളിൽ ഒരു മോളുണ്ടായാൽ അവൾക്ക് 18 ആകുമ്പോൾ എനിക്ക് വയസ്സ് എത്രയാകും? ആർക്കറിയാം? ഇയാള് തന്നെ പറ. എടി പോത്തെ, നിനക്ക് കണക്കും അറിയില്ലേ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഞാൻ കണക്ക് പഠിക്കുന്നതാണോ ഇവിടെ പ്രശ്നം? അല്ലല്ലോ. നീ പറയാൻ വന്നത് പറയാൻ നോക്ക്. എടി, അതായത് എനിക്കപ്പൊ 50 ആകും, നിനക്ക് 49. അതായത് നമ്മുടെ മോളെ ഒരു 24-ാമത്തെ വയസ്സ് കെട്ടിച്ചു വിട്ടാൽ അവളുടെ മക്കളെ കണ്ടിട്ട് നമുക്ക് വിസ വാങ്ങാന്ന്. അല്ലാതെ നിന്റെ കുഞ്ഞമ്മയുടെ റിസർച്ചും കൊണ്ട് ഇനി നടന്നാലേ എന്റെ പ്രായം അങ്ങ് പോവേ. അതിന് കുന്തം. ദേഷ്യപ്പെടാതെ പറയാൻ നോക്ക് എന്റെ IPS. എന്റെ കൊച്ചെ, വർഷങ്ങൾ അങ്ങനെ പോയാ നമ്മളും വല്ല IVS സെന്ററിലും കയറി നടക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം അങ്ങ് കെട്ടാടി. മോനെ IPS കുട്ട, ഈ ചുറ്റുവളഞ്ഞ് കഥ പറയുന്നതിന്റെ കാര്യമൊക്കെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കൂടുതൽ കഥ വേണ്ട. ഞാൻ വീട്ടിൽ ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചേക്കാം. അവൾ അത് പറഞ്ഞു തീർന്നപ്പോ തന്നെ അവളുടെ കവിളിൽ ഒരു ചൂടറിഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രിയ കണ്ണൻ തള്ളി ആ കവളിൽ കൈവച്ച് വായ പൊളിച്ചിരുന്നു പോയി. ഒരു നിമിഷം അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു അവിടെ എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ. വാ അടച്ചു വെക്കടി പെണ്ണെ, വല്ല ഈച്ചയും അല്ലെങ്കിൽ കേറിപ്പോകും.
എന്റെ മഹാദേവ, പോലീസ് യൂണിഫോം ഇടുമ്പോൾ മുരുടനായി നിൽക്കുന്ന ഈ മോനെ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ ഉമ്മയൊക്കെ? എന്റെ പെണ്ണെ, അത് വേറെ ഇത് വേറെ. നിന്റെ മുന്നിൽ, എന്റെ പെണ്ണിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണെടി. വികാരം വിചാരമൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ. ഈ ഹൃദയത്തിലും ഒരു കാമുകനുണ്ടടി, അല്ലാതെ ഇത് കരിങ്കല്ലൊന്നുമല്ല എന്ന് നെഞ്ചിൽ കൈവച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ പറയുന്നവനെ അവൾ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. എന്റെ റൊമാൻറ്റിക് ഹീറോ എന്നാൽ പറ, ഇനി എന്താ പ്ലാൻ? അത് കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ വീണ്ടും ആ പഴയ കോളേജിൽ, വീണ്ടും ആ പഴയ എതിരാളിക്കൊപ്പം തന്നെ നേർക്ക് നേർ. എന്റെ മഹാദേവ, വർഷം 10 കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലേ രണ്ടിനും? ഞാൻ മാത്രം മാറിയിട്ട് കാര്യമുണ്ടോ? എന്നെ കണ്ടപ്പോ തന്നെ അവന്റെ തണ്ടൊന്നും എന്നോട് ഇനി വില പോകില്ല പ്രിയെ. അവൻ പണ്ട് കണ്ട സൂര്യയല്ല ഞാൻ, ഇപ്പോൾ ഒരു പോലീസുകാരനാണടി. മതി, നമ്മുടെ ഈ കുഞ്ഞു സമയം നിങ്ങളുടെ വഴക്ക് വീണ്ടും കേൾക്കാനാകില്ല മോനെ. എന്നാൽ എന്റെ പാറുക്കുട്ടിയമ്മ പറ, എന്തായി നിന്റെ റിസർച്ചും കോപ്പും ഒക്കെ? അതൊക്കെ അങ്ങനെ പോണു. അല്ല സൂര്യ, വിശ്വനാഥ് സാറിന്റെ മോളുടെ കേസ് അതെന്തായി? അതങ്ങനെ പോണു നിഹാൻ. ആ മോനെ പൊക്കാനുള്ള വലയൊക്കെ ഞാൻ വിധിച്ചു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവന്റെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയത്. പ്രിയ, 1 മിനിറ്റ്. ഹലോ അരുൺ. വാട്ട്? ശരി, താൻ വെച്ചോ, ഞാനിതാ വരുന്നു. അത് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. സോറി പ്രിയ, എനിക്ക് അത്യാവശ്യമായി പോണം. ഓക്കെ, നീ പോയി വാ, ഞാൻ രാത്രി വിളിക്കാം. ഇതേ സമയം ഇസഹാക്ക് പറഞ്ഞിട്ട് പോയ വാക്കുകളെ കുടുങ്ങി കിടക്കുകയായിരുന്നു റാഹേൽ. എന്നാലും എന്നോട് എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? അത് ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നതുകൊണ്ട് മുന്നിൽ പൊങ്ങി നിന്ന കല്ല് അവൾ കണ്ടില്ല. അവൾ നെരിവ് വലിച്ചു പോയി. അവൾ കാലിലേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത് കോലാപ്പൂര് ചെരുപ്പിൽ പടരുന്ന തന്റെ രക്തം. അയ്യോ ചോര! എന്നതാ മിലി അവിടെ? കുറച്ച് അമ്മച്ചിമാരുടെ കൂടെ തന്നെ കഥ മറിച്ചിന്റെ ഇടയിലാണ് അമ്മച്ചിയുടെ ചോദ്യം. ഒന്നുമില്ല അമ്മച്ചി, എന്റെ കാലിൽ ഒരു കല്ല് തട്ടിയതാ, കുഴപ്പമില്ല. നിന്നെ കൊണ്ടൊരു രക്ഷയില്ലല്ലോ എന്റെ കൊച്ചെ. അവിടെ നില്ല്, ഞാൻ അങ്ങോട്ട് വരാം. ആ ചെരുപ്പ് ഇങ്ങോട്ട് ഊരിക്കേ, നോക്കട്ടെ. അയ്യോ എന്റെ അമ്മച്ചി, പതുക്കെ പിടിക്ക്, എന്റെ കാല്. അയ്യോ എന്നാ വേദനയാണ്. നിലത്തെ നോക്കി നടക്കണമായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് കരഞ്ഞാ മതിയല്ലോ. ഒന്ന് പതുക്കെ പിടിക്കെന്റെ അമ്മച്ചി, എന്റെ ജീവൻ പോകുക. ഇനി ഇതും വെച്ചോണ്ട നടക്കണ്ട. ഞാൻ എന്താണെങ്കിലും അപ്പച്ചനെ ഒന്ന് വിളിക്കട്ടെ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ച് ഒന്ന് ഡ്രസ് ചെയ്യാം. അവിടേക്കിരിക്കാം. അത് പറഞ്ഞുകൊണ്ട് അമ്മച്ചി തന്നെ അവളെ കയ്യിൽ പിടിച്ച് അടുത്തുള്ള ഒരു സിമെന്റ് ബെഞ്ചിലേക്ക് ഇരുത്തി. ഹലോ അച്ചായ, ഇങ്ങോട്ടൊന്ന് വരാമോ? കൊച്ചിന്റെ കാല് കല്ല് തട്ടി ഒന്ന് മുറിഞ്ഞു. അത്യാവശ്യം നല്ല പരിക്കുണ്ടെന്നാണ് തോന്നുന്നത്. ചോര നിൽക്കുന്നില്ല. ശരി അച്ചായ, ഞങ്ങൾ ഇവിടെ പള്ളിയിൽ തന്നെ ഇരിപ്പുണ്ട്. സൂര്യ മരണം ഐസിയു ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്നു. ആശുപത്രി വരാന്തയിലെ നിശബ്ദതയെ ഭേദിച്ച് അവരുടെ ബൂട്ട്സിന്റെ ശബ്ദം മുഴങ്ങി കേട്ടു. സൂര്യയുടെ മുഖത്ത് കനത്ത ദേഷ്യവും ഉത്കണ്ഠയും പ്രകടമായിരുന്നു. MLA വിശ്വനാഥന്റെ മകൾ മേധയുടെ കേസ് ഇതിനോടകം തന്നെ ഡിപ്പാർട്ട്മെന്റ് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഐസിയുയിൽ കയറി അവളെ ആരോ കൊല്ലാൻ നോക്കിയത്. അവർ ഐസിയുവിന് മുന്നിൽ എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 നേഴ്സുമാരും സെക്യൂരിറ്റി ജീവനക്കാരും പേടിയോടെ മാറി നിൽക്കുന്നത് കണ്ടു. സൂര്യയുടെ നിയന്ത്രണം കൈവിട്ടു. അവൻ നേഴ്സുമാരുടെ നേരെ തിരിഞ്ഞ് കടുത്ത സ്വരത്തിൽ ചോദിച്ചു, എന്താണോ താനക്ക് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ജനറൽ വാർഡ് അല്ല, ഒരു VIP കേസ് കിടക്കുന്ന ICU ആണ്. ആ കുട്ടിക്ക് എത്രത്തോളം ഭീഷണി ഉണ്ടെന്ന് താങ്കൾക്ക് അറിയാവുന്നതല്ലേ? പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഡ്യൂട്ടി നേഴ്സുമാർ ഫോൺ കോൾ വന്നപ്പോൾ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും ഞാൻ ഇതാ പൊട്ടനാണോ? സീനിയർ നഴ്സ് പേടിയോടെ മറുപടി പറയാൻ ശ്രമിച്ചു. അത് സാർ, പെട്ടെന്ന് ഒരു അർജന്റ് കോൾ. ഒരു അർജന്റും ഇല്ല. സൂര്യ അവരുടെ വാക്കുകൾ മുറിച്ചു. തങ്ങളുടെ അശ്രദ്ധ കാരണം ആ കുട്ടിയുടെ ജീവൻ പോയിരുന്നെങ്കിൽ ആരാണ് ഇവിടെ ഉത്തരം പറയുക? തനിക്കൊക്കെ ജോലിയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു മാസ്ക് ധരിച്ചാൽ വന്ന് പേഷ്യന്റിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി എന്ന സാധനമില്ലേ? അരുൺ, ഇവിടേക്ക് പേരും വിവരങ്ങളും കുറിച്ചെടുക്ക്. ഡ്യൂട്ടി സമയത്ത് വീഴ്ച വരുത്തി ഇവർക്കെതിരെ ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കണം. നഴ്സുമാർ ഭയന്ന് കരയുന്ന അവസ്ഥയിലായി. അരുൺ അവരെ മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. സൂര്യ ഐസിയുവിന്റെ ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കി. മേധ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. മെഡിക്കൽ ഉപകരണങ്ങളുടെ ശബ്ദം മാത്രമാണ് അവിടെ കേട്ടിരുന്നത്. പെട്ടെന്നാണ് ഹോസ്പിറ്റലിന്റെ ലിഫ്റ്റ് തുറന്ന് വലിയൊരു ബഹളത്തോടെ ഒരു സംഘം ആളുകൾ വരാന്തയിലേക്ക് വന്നത്. മുന്നിൽ MLA വിശ്വനാഥൻ ഉണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് അനുയായികളും ഗൺമാനും ഉണ്ടായിരുന്നു. വിശ്വനാഥന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങിയിരുന്നു. വരാന്തയിൽ ഉണ്ടായിരുന്ന രോഗികളുടെ ബന്ധുക്കളും ജീവനക്കാരും ഭയന്നു മാറി നിന്നു.
വിശ്വനാഥൻ നേരെ സൂര്യയുടെ അടുത്തേക്ക് നടന്നു വന്ന പാടെ അദ്ദേഹം സൂര്യയുടെ ഷട്ടിൽ കയറി പിടിക്കാനാഞ്ഞു. എന്നാൽ സൂര്യ ഒഴിഞ്ഞു മാറി നിന്നു. എന്താണ് സൂര്യ ഇവിടെ നടന്നത്? വിശ്വനാഥൻ ഒച്ചത്തിൽ ഒച്ച വെച്ചു. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാണുന്ന ഹോസ്പിറ്റലും നിന്റെ ഈ പോലീസും ഒന്നും ഇവിടെ കാണില്ല. അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് തന്നിട്ടല്ലേ താൻ എന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് വിട്ടത്. എന്നിട്ടിപ്പോ അവൾക്ക് നേരെ കൊലപാതക ശ്രമം ഉണ്ടായിട്ട് ഞാൻ അറിയുന്നത് പുറത്തു നിന്നുള്ളവർ പറഞ്ഞാണ്. താൻ ഇവിടെ എന്തു നോക്കുമായിരുന്നു? സൂര്യ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. സാർ ശാന്തനാകൂ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ മറ്റു രോഗികൾ കിടക്കുന്നുണ്ട്. ദയവായി ബഹളം വെക്കരുത്. എനിക്ക് ശാന്തനാകാൻ കഴിയില്ല. വിശ്വനാഥൻ കുറച്ച് ദേഷ്യത്തോടെ ആക്രോശിച്ചു. എന്റെ ഒരു മകളാണ് അവിടെ കിടക്കുന്നത്. എന്റെ കുടുംബത്തിന്റെ വിളക്കാണ് എന്റെ മോള്. അവളുടെ ജീവന് കാവൽ നിൽക്കാൻ തനിക്ക് കുറച്ച് പോലീസുകാരെ ഇവിടെ നിർത്താൻ കഴിഞ്ഞില്ലേ? താൻ എന്താ ഓഫീസറാണ്? മുകളിൽ നിന്ന് പ്രഷർ വരുന്നുണ്ടെന്ന് അരുൺ പറഞ്ഞിട്ട് താൻ എന്താ അത് ഗൗരവമായി എടുത്തില്ലേ? മീഡിയക്കാർ ഇതറിഞ്ഞാൽ ഉണ്ടാകുന്ന പുകലിനെ കുറിച്ച് തനിക്ക് വല്ല ധാരണയുമുണ്ടോ? എന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ നോക്കുന്ന ഏതോ ശത്രുക്കളാണ് ഇതിന്റെ പിന്നിൽ. അവരെ ഇപ്പൊ തന്നെ പൊക്കണം. വിശ്വനാഥന്റെ അനുയായികൾ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ നഴ്സുമാരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. വരാന്തയിൽ വലിയൊരു സംഘർഷാവസ്ഥ ഉടലെടുത്തു. സൂര്യ അരുണിന് സൈൻ നൽകി. അരുൺ ഉടനെ തന്നെ കൂടുതൽ പോലീസുകാരെ വരാന്തയിലേക്ക് വിളിച്ചു വരുത്തി. സൂര്യ വിശ്വനാഥന് നേരെ തിരിഞ്ഞ് കർശനമായ ഭാഷയിൽ പറഞ്ഞു. MLA സാർ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇവിടെ വന്ന് ബഹളം വെച്ചത് കൊണ്ട് പ്രതിയെ കിട്ടില്ല. ഐസിന്റെ മുന്നിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്. അത് ശരിയാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകും. CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയാണ്. പ്രതി ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. ദയവായി പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ നിങ്ങൾ മാറി നിൽക്കണം. ഒന്ന് മൂളിക്കൊണ്ട് MLA തന്റെ ഗൺമാനോട് എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. അപ്പോഴും ഐസുവിന്റെ മുന്നിൽ തന്റെ ഗൺമാൻ നിന്നു അവൾക്ക് കാവലായി. സൂര്യയും അരുണും സെക്യൂരിറ്റി റൂമിൽ ഇരുന്ന് വളരെ ശ്രദ്ധയോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. വിശ്വനാഥൻ MLA ഉണ്ടാക്കിയ ബഹളം കാരണം ആശുപത്രിയിലെ അന്തരീക്ഷം ഇപ്പോഴും സങ്കീർണമാണ്. എങ്ങനെയെങ്കിലും പ്രതിയെ കണ്ടെത്തുക എന്നതായിരുന്നു സൂര്യയുടെ മുന്നിലുള്ള ഏക വഴി. അരുൺ ദൃശ്യങ്ങൾ ഓരോന്നായി പിന്നിലേക്ക് ഓടിച്ചു. സാർ, ദേ ഇത് നോക്ക്. അരുൺ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. ഐസിയുവിന്റെ പുറത്തുള്ള ഇടനാഴിയിലെ ക്യാമറ ദൃശ്യമായിരുന്നു അത്. നഴ്സുമാർ പുറത്തേക്ക് പോയ കൃത്യം 2 മിനിറ്റിനുള്ളിൽ നീല സർജിക്കൽ മാസ്കും കറുത്ത തൊപ്പിയും ധരിച്ച ഒരാൾ വളരെ വേഗത്തിൽ ഐസിയുലേക്ക് കയറുന്നത് അതിൽ വ്യക്തമായി കാണാമായിരുന്നു. സമയം കൃത്യമായി നോക്കിക്കോ അരുൺ. നഴ്സുമാർ പുറത്തിറങ്ങിയ സമയം പ്രതിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതിനർത്ഥം അവൻ ഈ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും അവന് വിവരം കൈമാറിയിട്ടുണ്ടായിരുന്നു. സൂര്യ നിരീക്ഷിച്ചു. അടുത്ത ഏതാനും സെക്കൻഡിനുള്ളിൽ അയാൾ ഐസിയുവിൽ നിന്ന് പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടി വരുന്ന ദൃശ്യം സ്ക്രീനിൽ തെളിഞ്ഞു. നഴ്സുമാർ തിരികെ വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അത്. ഇനി ഇവൻ എങ്ങോട്ടാ പോയതെന്ന് നോക്കണം. അടുത്ത ക്യാമറകൾ ചെക്ക് ചെയ്യൂ. സൂര്യ ഉത്തരവിട്ടു. അരുൺ വേഗത്തിൽ ഹോസ്പിറ്റലിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്യാമറ ദൃശ്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. ലിഫ്റ്റിന്റെ ഭാഗത്തേക്കോ പ്രധാന കവാടത്തിലേക്കോ അയാൾ പോയിട്ടില്ലെന്ന് മനസ്സിലായി. പെട്ടെന്നാണ് മൂന്നാമത്തെ ക്യാമറയിലെ ദൃശ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാർ, ദേ ഇവിടെ, അരുൺ പറഞ്ഞു. ഐസിയിൽ നിന്നിറങ്ങിയ അക്രമി ആളൊഴിഞ്ഞ ഗോവണിപ്പടിയിലൂടെ താഴേക്ക് ഓടുകയായിരുന്നു. ക്യാമറ സൂം ചെയ്തപ്പോൾ അയാൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഇരുളുമ നിറഞ്ഞ ഒരിടനാഴിയിലേക്ക് തിരിയുന്നത് കണ്ടു. ആ ഇടനാഴിയുടെ അറ്റത്ത് ഒരു ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മോർച്ചറി. CCTV ദൃശ്യങ്ങളിൽ മാസ്ക് ധരിച്ച ആ അക്രമി മോർച്ചറിയുടെ വാതിലിനടുത്ത് വരെ ഓടിയെത്തുന്നതും അതിനുശേഷം അവിടുത്തെ ഇരുട്ടിലേക്ക് മറയുന്നതും അവർ കൃത്യമായി കണ്ടു. ഹോസ്പിറ്റലിന്റെ ഏറ്റവും വിജനമായ ആരും പെട്ടെന്ന് ചെല്ലാത്ത ഒരു ഭാഗമായിരുന്നു അത്. സൂര്യ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ മുഖത്ത് കടുത്ത ഗൗരവം നിറഞ്ഞു. അവൻ ഹോസ്പിറ്റലിന് പുറത്തു പോയിട്ടില്ല അരുൺ. അവൻ ഇപ്പോഴും ആ മോർച്ചറിയുടെ പരിസരത്ത് തന്നെയുണ്ട്. വേഗം വാ. സൂര്യ അരുണും ഒട്ടും സമയം കളയാതെ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. റാഹേൽ അമ്മച്ചിയുടെ കയ്യും പിടിച്ച് പതുക്കെയാണ് പള്ളിയുടെ സിമെന്റ് ബെഞ്ചിൽ ഇരുന്നത്. കാലിലെ മുറിവിൽ നിന്നും അപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും മനസ്സ് മുഴുവൻ ഇസഹാക്ക് പറഞ്ഞ ആ വാക്കുകൾ തന്നെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? ചിന്തകൾ കാട് കയറുന്നതിനിടയിലാണ് ദൂരെ ഒരിടത്ത് നിന്നും അപ്പച്ചന്റെ വണ്ടി വന്നു നിന്നത്. എന്താടി നോക്കി നടക്കാത്തത്? വണ്ടിയിൽ കയറ്റുമ്പോഴും അപ്പച്ചൻ സ്നേഹത്തോടെ വഴക്കു പറയുന്നുണ്ടായിരുന്നു. അവർ നേരെ വണ്ടിയെടുത്ത് അടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്കാണ് വന്നത്. കാഷ്വാലിറ്റിയിലേക്ക് കയറി ഡോക്ടർ പരിശോധിച്ച് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തി. നഴ്സിംഗ് റൂമിൽ വെച്ച് നഴ്സ് മുറിവ് വൃത്തിയായി കഴുകി മരുന്ന് വെച്ച് ഡ്രസ് ചെയ്തു തന്നു. ബാൻഡേജ് ഇട്ടപ്പോഴേക്കും റാഹേലിന് ചെറിയൊരു ആശ്വാസം തോന്നി. ഇനി പതുക്കെ നടന്നാൽ മതി. ഒരു 2 ദിവസത്തേക്ക് അധികം നടക്കരുത്, നഴ്സ് ഓർമ്മിപ്പിച്ചു.
അമ്മച്ചിയുടെ തോളിൽ പതിയെ ചാരി കാല് നിലത്തധികം കുത്താതെ റാഹേൽ നഴ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പച്ചൻ ഹോസ്പിറ്റലിന്റെ ബില്ലടയ്ക്കാനായി ക്യാഷ് കൗണ്ടറിലേക്ക് പോകുകയായിരുന്നു. അപ്പോഴാണ് വലിയ ബഹളത്തോടെ ഹോസ്പിറ്റലിന്റെ പ്രധാന കവാടത്തിലൂടെ ഒരു സംഘം ആളുകൾ അകത്തേക്ക് ഇരച്ചു കയറിയത്. മുന്നിൽ നടന്നു വരുന്നത് MLA വിശ്വനാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം ദേഷ്യ ഭയം കാരണം വലിഞ്ഞു മുറുകിയിരുന്നു. ഒപ്പമുള്ള അനുയായികളുടെയും ഗൺമാന്റെയും ഭാവം കണ്ടാൽ വലിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുമായിരുന്നു. ചുറ്റുമുള്ളവരെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ടാണ് ആ സംഘം ലിഫ്റ്റിന് നേരെ നടന്നത്. അവരുടെ ആ പോക്കും മുഖത്തെ ഭാവം കണ്ടപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് റാഹേലിനും അമ്മച്ചിക്ക് കൃത്യമായി മനസ്സിലായി. വരാന്തയിലുണ്ടായിരുന്ന ആളുകളെല്ലാം പേടിയോട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇതാരാ? ഈ MLA കൂട്ടരുമൊക്കെ ഇവിടെ എന്താ ഉണ്ടായത്? അമ്മച്ചി ചുറ്റും നോക്കി പെറുപെറുത്തു. റാഹേൽ വിശ്വനാഥന്റെ സംഘത്തിന്റെ പോക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അവളുടെ മനസ്സിൽ എന്തോ ഒരു അപായ സൂചന മിന്നിമറഞ്ഞു. ഇസ്ഹാക്കിന്റെ വീട്ടിൽ ചായ കൂടി കഴിഞ്ഞ ഉടനെയാണ് അപ്പൻ മത്തായി വിഷയം അവതരിപ്പിച്ചത്. സാധാരണ ഞായറാഴ്ചകളിലെ കളിയും ബഹളവും ഒച്ചപ്പാടുകളൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല. അമ്മച്ചി ചായക്കപ്പോൾ സിങ്കിലേക്ക് എടുത്തു വെച്ചു. സാരിത്തുമ്പുകൊണ്ട് കൈകൾ തുടച്ചുകൊണ്ട് മേശക്കരികിലേക്ക് വന്നിരുന്നു. ഉമ്മർത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന വല്യപ്പച്ചനും കണ്ണാടി ഊരി പോക്കറ്റിലിട്ട് അവർക്കൊപ്പം ചേർന്നു. എല്ലാവരുടെ മുഖത്തെ കള്ളത്തരം കണ്ടപ്പോൾ തന്നെ ഇസ്ഹാക്കിന്റെ കാര്യം ഏകദേശം മനസ്സിലായി. അവൻ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി ഒരാലോചന? വല്യപ്പച്ച തന്നെ സംസാരിച്ചു തുടങ്ങി. ഇസ്ഹാക്കെ, കുറെ നാളായി ആലോചിക്കുന്ന കാര്യമാ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കറിയച്ചന്റെ വീട്ടിലേക്ക് പോകുന്നു. പെണ്ണ് കാണാൻ വരാമെന്ന് ഞാൻ അവരുടെ അപ്പനോട് സമ്മതിച്ചിട്ടുണ്ട്. നീ ഒരുങ്ങി നിന്നോണം. അത്രയും കേട്ടപ്പോഴേക്കും ഇസ്ഹാക്കിന്റെ ഭാവം മാറി. അവൻ ഫോൺ മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അപ്പാ, എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. ഈ 30 വയസ്സിൽ ഞാൻ എന്തിനാ വെറുതെ കെട്ടാൻ നോക്കുന്നത്? എനിക്ക് എന്റെ റിസർച്ച്, എന്റെ പാഷൻ ഒക്കെ ഒന്ന് പച്ച പിടിക്കണം. അതിനു മുമ്പ് ഈ പെണ്ണ് കാണാനും കെട്ടുമൊന്നും എന്റെ തലയിൽ വെക്കണ്ട. നല്ലൊരു ആലോചന വരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കരുത്. ജുവാന നല്ല കുട്ടിയാ, നല്ല സ്വഭാവം, നല്ല കുടുംബം. നിന്റെ ബിസിനസ്സിനൊക്കെ അവൾ കൂടെ ഉണ്ടാകും. നീ ഒന്ന് പോയി കണ്ടു നോക്ക്. അമ്മച്ചി അവനെ അനുനയിപ്പിച്ചു. അമ്മയ്ക്ക് എന്തു പറയാം? ഇസ്ഹാക്ക് മുഖം തിരിച്ചു. ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ പെട്ടെന്നൊരു ദിവസം പോയി കണ്ട് കല്യാണത്തിന് സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വരില്ല. ഡാ ചെക്ക, നീ ഇത്രയ്ക്ക് തുള്ളാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ജുവാനയുടെ വല്യപ്പൻ എന്റെ കൂടെ ബിസിനസ് തുടങ്ങിയവനാണ്. ആ കുടുംബത്തെയും കുട്ടിയെയും കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്ന് പോയി കാണുക പോലും ചെയ്യില്ലെന്ന് പറയുന്നത് എന്തു വാശിയാ? കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. അതിനു മുമ്പേ ഇങ്ങനെ പുറകോട്ട് വലിഞ്ഞാൽ ശരിയാകില്ല. വല്യപ്പൻ അത് പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ അത് മാത്രമാണോ? നാട്ടുകാർ മൊത്തം ചോദിക്കാൻ തുടങ്ങി ഇവന്റെ കെട്ടിന്റെ കാര്യം. അപ്പനും കൂടെ പറഞ്ഞപ്പോൾ ഇസ്ഹാക്കിന്റെ ദേഷ്യം അങ്ങ് കൂടി. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറയട്ടെ വല്യപ്പ, പിന്നെ ഇത് എന്റെ ജീവിതമാ. അതിൽ തീരുമാനമെടുക്കേണ്ട ഞാനാ. ഇപ്പോൾ പെണ്ണ് കാണാൻ പോയാൽ പിന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കും. അതുകൊണ്ട് ഞാൻ വരില്ല. മത്തായിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നീ വലിയ ആളാകാൻ നോക്കണ്ട. ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്ന് കരുതി മാത്ര ഈ പ്രായത്തിൽ ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം അവർ നമ്മൾക്കായി കാത്തിരിക്കുകയാണ്. നീ വരാതിരുന്നാൽ അത് വലിയ നാണക്കേടാകും. അതിന് ഞാൻ വരാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്ഹാക്ക് ശബ്ദമുയർത്തി. അമ്മച്ചി വീണ്ടും ശാന്തമായി അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഇസ, നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ നിർബന്ധിച്ച് കെട്ടിക്കില്ല. ഇത്രയും നല്ലൊരു ആലോചന വന്നതുകൊണ്ട് അപ്പനും വല്യപ്പനും ഒരു വാക്ക് കൊടുത്തുപോയി. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ആ കുട്ടിയെ ഒന്ന് കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ നിനക്കൊട്ട് താല്പര്യമില്ലെന്ന് തോന്നിയാൽ ഞങ്ങൾ ഈ ആലോചന ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. നിന്റെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ല. ഇത് അമ്മയുടെ വാക്കാ. അമ്മയുടെ ആ വാക്കുകളും അവരുടെ മുഖത്തെ വിഷമവും കണ്ടപ്പോൾ ഇസ്ഹാക്കിന്റെ ദേഷ്യം പതുക്കെ കുറഞ്ഞു. വല്യപ്പനും അപ്പനും തന്നെ നോക്കി നിൽക്കുകയാണ്. താൻ വരാതിരുന്നാൽ അത് അവരെ എത്രത്തോളം സങ്കടപ്പെടുത്തുമെന്നും ജുവാനയുടെ കുടുംബത്തിന് മുന്നിൽ അത് വലിയൊരു അപമാനമാകുമെന്നും അവൻ ചിന്തിച്ചു. വെറും ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് അമ്മ ചോദിക്കുന്നത്. കുറച്ചു സമയം അവൻ മിണ്ടാതിരുന്നു. എല്ലാവരും അവന്റെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇസ്ഹാക്ക് ഫോൺ പോക്കറ്റിലിട്ടു. ശരി, ഞാൻ വരാം. പക്ഷെ ഒരൊറ്റ നിബന്ധന. ഞാൻ വന്ന് കാണാൻ സംസാരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തോന്നിയ പിന്നെ ആരും എന്നെ നിർബന്ധിക്കരുത്. അതിന് സമ്മതമാണെങ്കിൽ മാത്രം റെഡിയാകാം. അത് മതിയടാ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കില്ല. നീ പോയി ഒരുങ്ങാൻ നോക്ക്. മനസ്സിലെ മനസ്സോടെയാണെങ്കിലും വൈകുന്നേരത്തെ പെണ്ണ് കാണലിന് പോകാൻ അവൻ സമ്മതിച്ചു.